ശംഖും വെഞ്ചാമരവും കൊമ്പും വീരാളിപ്പട്ടും പൂവാരപ്പൊട്ടും പോരുളും പാറപ്പുറത്തമ്പോറ്റി തമ്പുരാന്മാരും കാറ്റത്താടും കണ്ണാടി കൂടാരക്കൂടാക്കും ചൂടും കൂടുക്കയും കൊണ്ടാടും പണ്ടാരക്കെട്ടും വായാടിപ്പൊട്ടത്ത പെണ്ണും കൂടെയൊരു പൂവാരൻ പൂവത്താളാവും പൂത്തരങ്ങിൽ കിണ്ണം പൊട്ടും വിത്താട്ടപ്പാട്ടും പട്ടാഭിഷേകം 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 പട്ടാഭിഷേകം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. സുഖാണല്ലോ. അപ്പോഴേ ലേശം ധൃതിയുണ്ടേ. വൈകിട്ടത്തെ ഫ്ലൈറ്റില് ചെന്നൈ ചെല്ലേണ്ടതാ. അപ്പം ഞാൻ പറഞ്ഞ പ്രകാരമുള്ള ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം റെഡിയാണല്ലോ? എല്ലാം റെഡിയാ. എയർപോർട്ടിൽ കൊണ്ടുവിടാനുള്ള വണ്ടി വരെ റെഡിയാ. അപ്പം സമയം കളയണ്ട, നമുക്ക് തുടങ്ങിയേക്കാം. എവിടെയോ കണ്ടം മാറുന്ന മുഖം. എത്ര ശ്രമിച്ചിട്ട് കിട്ടണില്ല. കഷ്ടായി. ആശാൻ എന്നെ മറന്നു. നമ്മള് രണ്ടുപേരും കൂടെ ഇടുക്കിയിൽ ഒരു 16 അടിയന്തരത്തിന് ഒരുമിച്ച്. അമ്പട കേമ ജോയ് കുട്ട. ഇവനിവിടെ ഉണ്ടായിട്ടാണോ എന്നെ അവിടുത്തെ തലക്കറി വെക്കാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ആളെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. തനി രാവണൻ. അടുക്കളേക്കേറിയ 10 കയ്യാവിന്. കള്ളെടുക്കുന്നു, സവാള അരിയുന്നു, മീൻ പൊരിക്കുന്നു, കപ്പ ഇളക്കുന്നു, അതിന്റെ ഇടയ്ക്കൂടെ പാചകക്കാരിയെ പിടിക്കുന്നു, സോഡ എടുക്കുന്നു, പൈൻ്റ് എടുക്കുന്നു, ഗ്ലാസ് എടുക്കുന്നു, അടിക്കുന്നു. വെറും എടുക്കനവൻ. അയ്യോ ആശാനെ, അതൊക്കെ എന്തിനാ വെറുതെ ഇവിടെ പറയുന്നത്? അയ്യോ അറിയട്ടെ മോനെ, നിന്റെ കഴിവ് ലോകം അറിയട്ടെ. ഇവന്റെ ആശാൻ രാജപ്പൻ ഒരിക്കൽ ദിനേശൻ കൺട്രാക്ടിന്റെ മോടെ വയറുകാണൽ ചടങ്ങിന് ഞങ്ങളെ പാലക്കാട്ടേക്ക് ക്ഷണിക്കുകയുണ്ടായി. അന്ന് വെച്ച പ്രശസ്തമായ 3 തലക്കറികളിൽ 2 ഇവന്റേതാ. എങ്ങാരാ കിഴങ്ങ് കണക്ക് നിൽക്കാതെ 2 കസേരയെടുത്ത് ആ ക്യാമറയുടെ ഫ്രണ്ടോട്ട് വെക്കുക. ജോയി വെക്കട്ടെ, കൂടെ ഞാനുണ്ടാവും. മോനെ, എന്തോ ഐറ്റം ഉണ്ടാക്കാനാ നിന്റെ പ്ലാൻ? ഒരു റിസ്കി ഐറ്റം ആണ്. മീൻകറിയിൽ തേനൊഴിച്ച് മൈദാമാവിൽ ചാലിച്ച് മുരിങ്ങിക്കയിട്ട് ശർക്കര പാനിയിൽ ഒരു തലക്കറി. എന്നാ ഇതിനെ മീൻ പായസം എന്ന് പറഞ്ഞാ പോരെ? ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. ഇങ്ങനൊരു കറി ഇല്ല മോനെ. നിന്നോടുള്ള വാത്സല്യം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ട് പറയാ, ലോകത്തിൽ ഇങ്ങനൊരു കറി വെക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. അറിയാം, പക്ഷെ എനിക്കത് ചെയ്തേ പറ്റൂ. നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതിനുവേണ്ടി ഇന്ന് വരെ ഒരു കുക്കും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും. ഒരു ഭ്രാന്തരെ പോലെ. ഭ്രാന്തരെ പോലെ എന്നല്ല, ഇതിന് ഭ്രാന്താന്നാ പറയുന്നത്. 99% ഞാൻ കാണിക്കുന്നത് തെണ്ടിത്തരമാണെന്ന് എനിക്കറിയാം. പക്ഷെ ആ 1%, എനിക്ക് വിജയിച്ചേ പറ്റൂ. നിന്റെ കോൺഫിഡൻസ് ഞാൻ തകർക്കുന്നില്ല. തലക്കറിയുടെ പല വേർഷനും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഭയാനകമായ വേർഷൻ ഇതാദ്യ. ഞാനിത് ചെയ്യുമ്പോ ആശാൻ എന്റെ കൂടെ ഉണ്ടാവണം. ആശാന്റെ പ്രാർത്ഥനയും ഉണ്ടാകും മോനെ. ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ ഈ കറി കഴിക്കാൻ മാത്രം നീ എന്നെ നിർബന്ധിക്കരുത്. ഇല്ല.